ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കുടികുടലാണ് ഗൈസ്. അപ്പോൾ നാളെ കുടികുടൽ. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫാമിലി മൊത്തം അങ്ങോട്ടേക്ക് പോകാട്ട് ചെയ്ത് കുറച്ചൊരു 15 മിനിറ്റിൻ്റെ ദൂരമുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ അവിടെ എത്തി കേട്ടോ. അതായി കാണുന്നതാണ് വീടും പരിസരവും ചുറ്റുപാടും. അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേക്ക് ലൈറ്റിങ്ങും അതുപോലെ മറ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുമ്പിൽ ഇപ്പോൾ രാധികേച്ചി പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അപ്പോൾ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പോയതിന് ശേഷം കേട്ടോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന രാധികേച്ചിൻ്റെ അച്ഛൻ. അപ്പോൾ ഞാൻ കാശിനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വിജയചേട്ടൻ അതുപോലെ അവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അമ്മ ഉണ്ട് എൻ്റെ ബാക്കിൽ. അപ്പോൾ എന്തോ ഒരു കോമഡി പറഞ്ഞ് ചിരിക്കുന്നതായിട്ടുള്ളത് എന്തെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തി. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എത്തി അവിടെ. അങ്ങനെ എല്ലാം നമ്മളെല്ലാം റെഡി ആക്കൂലേ, പോയിട്ടെല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ അപ്പോഴത്തേക്ക് മഴ ചാറാൻ തുടങ്ങി കേട്ടോ. മഴ ഉണ്ടായിരുന്നു ചെറുങ്ങനെ, മുറ്റെല്ലാം നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേദിവസം ഉണ്ടായ അതിനുമല്ല, അപ്പം തന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോയതേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടുത്തെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി. പിന്നെ വീണ്ടും ഫുഡ് കഴിച്ചിട്ടെല്ലാം റെഡി ആയിട്ട് വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ സമയം ഫുൾ ഇരുട്ടിയിട്ടില്ല, എന്നാലും ഒരു 6:30 കഴിഞ്ഞു തോന്നുന്നു. അന്നേരത്തേക്ക് തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അടുത്തടുത്തുള്ള റിലേറ്റീവ്സ് എല്ലാം ഉണ്ടായിരുന്നു തലേദിവസം. അതേപോലെ ചുറ്റുപാടുള്ള നമ്മളെ നെയ്ബേഴ്സ് നാട്ടുകാരുണ്ടാവുമല്ലോ, അവരും തലേദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നത് എൻ്റെ അച്ഛൻ, എൻ്റെ ഡാഡി, സ്വന്തം ഡാഡി. അപ്പോൾ പിന്നെ അച്ഛൻ വീഡിയോയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കാണുന്ന അമ്മൂട്ടോ. അപ്പോൾ ഞാനും അമ്മും കൂടി കുറേ ഫോട്ടോസും വീഡിയോസും അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഇതില്ലേ വാഷ് ബേസിലെ കൈ കഴുകുന്നിടത്ത് കുറേ ഫോട്ടോസും എന്തൊക്കെ എടുത്തു. അങ്ങനെ കുറേ എന്തൊക്കെ എടുത്ത് വെച്ച് കാട്ടി. അങ്ങനെ ഇത് കിച്ചണാട്ടോ. കിച്ചണിലൊന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം നാളെ രാവിലെ സെറ്റാക്കുള്ളൂ. പിന്നെ എനിക്ക് അവിടുന്ന് അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടായില്ല. കാരണം കാശീനെ നോക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വമാണ് ഗൈസ്. ചക്കു, നന്ദു, കാശി, ആദി, മാമൻ, ചക്കു, മാമൻ, അമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഫാമിലി ആയിട്ട് എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ, അമ്മായി, അമ്മേൻ്റെ ഏട്ടൻ, അങ്ങനെ അനിയൻ, ആ ഒരു കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് എടുത്ത് പറയാൻ പറ്റിയില്ല, കാരണം കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ടുള്ളവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് രാത്രിക്ക് ഒരു വ്യൂ ആട്ടെ. നമ്മൾ മേലെ ഉണ്ട് വീടിൻ്റെ. അപ്പോൾ പുറത്തോട്ട് ഇങ്ങനെയാണ് ഉള്ളത്. അത് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷൻ ചെറിയ നമ്മളൊരു പാട്ടൊക്കെ സെറ്റാക്കി വെച്ചു. എനിക്കങ്ങനെ കൂടുതലൊന്നും എല്ലാ കാര്യത്തിലും ഇടപെടാൻ പറ്റിയിട്ടാണ്. കാരണം കാശി ഉള്ളതുകൊണ്ട് കാശീനെ നോക്കുക എന്നുള്ളതൊരു വലിയൊരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് വിജയചേട്ടൻ. അങ്ങനെ ആ കാണുന്നത് സീമളമ്മയും ബിന്ദു ചേച്ചിയും. അപ്പോൾ അവരുണ്ട്, കുറേ പേരുണ്ട്. നമ്മളെ അച്ഛൻ്റെ ഫാമിലിയും അമ്മൻ്റെ ഫാമിലിയും ആയിട്ട് കുറേ ഒരു കൂട്ടം ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പോൾ കുറേ ഫോട്ടോ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ അജ്ജുവിൻ്റെ ഫ്രണ്ട്സാട്ടോ. അജ്ജുവിൻ്റെ ഈ ഒരു ബെഡ്റൂമിൽ ഫുള്ള് അജ്ജുവിൻ്റെ ഫ്രണ്ട്സാണ് ഉള്ളത്. ഇവർക്ക് തന്നെ വിട്ടു കൊടുത്താട്ടെ ഈ റൂം. അതിൻ്റെ ഇടയിൽ കാശി പോയിട്ട് തുള്ളുന്നുണ്ട് ബെഡിൽ. കാശിനും അന്നത്തെ അവസ്ഥ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാശിനെ എൻ്റെ അമ്മനെ നോക്കാൻ ഏൽപ്പിച്ചിന്. അമ്മ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ആശ്വാസമായി എനിക്ക്. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകാൻ പറ്റി. പിന്നെ കാശി, അവരെല്ലാം നടുവിൽ കാശിയായിട്ടുള്ളത്. ഓനാണ് എൻ്റെ മെയിൻ ലീഡർ എന്ന് പറഞ്ഞത്. ഓൻ പറഞ്ഞ പോലെ അവരെല്ലാം ചെയ്യാൻ പറ്റൂ. അവർക്കായിട്ടൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. ഇവൻ ഫുൾ കരച്ചിലായിരുന്നു ആ സമയത്ത്. അങ്ങനെ കാശി മുടി മുറിച്ച വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. ഫുൾ എൻജോയ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സും ഉണ്ട്, ജാച്ചും ഉണ്ട്, കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവരും എടുത്ത് പറയുന്നില്ല. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഫുള്ള് ചില്ലായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അങ്ങനെ അവരതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്ന സെക്ഷൻ എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്നത് വെച്ചാൽ എനിക്ക് അപ്പോഴത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാശിക്ക് ഫുഡ് കൊടുത്ത് പിന്നെ ആകുമ്പോഴത്തേക്ക് കാശിക്ക് ഫുഡ് കൊടുത്തിട്ടാകുമ്പോഴത്തേക്കിനെ കുറേ ലേറ്റായി. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ കാശിക്ക് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ മേല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേലെന്ന് വെച്ചാൽ ഞാൻ വരുമ്പോഴത്തേക്ക് വീണ്ടും കുട്ടികൾ തന്നെ, ഇവർ അജ്ജുവിൻ്റെ ഫ്രണ്ട്സ് തന്നെ. അപ്പോൾ താഴെ ഇവർ ചെറുതായിട്ട് പാട്ടും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാധികേച്ചിൻ്റെ കസിനാണ്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. നല്ല സൂപ്പർ അടിപൊളി പാട്ട് പാടുന്നുണ്ട് അവർ. നല്ലൊരു നല്ല രസമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് ഹൗസ് വാമിങ് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എപ്പോൾ ഇടുന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പം ടാറ്റാ.